വി ഡി സതീശൻ സർക്കാർ 100 ദിവസം തികച്ചു. ഈ സർക്കാരിനെ ഒന്ന് വിലയിരുത്തുകയും എൻ്റെ ചില നിരീക്ഷണങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്യാം എന്നുള്ള ധാരണയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വി ഡി സതീശൻ്റെ സർക്കാരിനെ കുറിച്ച് മാധ്യമങ്ങൾ എന്താണ് പറയുന്നത്, എന്ത് നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ദിനപത്രങ്ങളിൽ പണ്ട് വന്നിരുന്ന ഫുൾ പേജ് പരസ്യമുണ്ട്. കാരണഭൂതത്തിൻ്റെ ഉടലും തലയും വലുതായിട്ട് കൊടുക്കുക, അപ്പുറത്ത് വാൽകഷ്ണം പോലെ ചെറിയ ചെറിയ ചില ഫോട്ടോകൾ, കൊച്ചു പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ മന്ത്രിമാരുടെയോ മറ്റാരുടെയെങ്കിലുമൊക്കെ കൊടുക്കുക. ഈ പരസ്യം കണ്ട് നമ്മൾ മടുത്തതാണ്. ഒരു ദിവസം രാവിലെ പത്രം എടുത്താൽ ഈ പരസ്യം കണ്ട് പലപ്പോഴും പത്രം വലിച്ചെറിയേണ്ട മനോഭാവം പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അങ്ങനെയാണ് എന്നെനിക്ക് തോന്നുന്നു. എന്നാൽ ഇപ്പോഴേ ഈ ഫുൾ പേജ് പരസ്യമില്ല, ഹാഫ് പേജ് പരസ്യമില്ല, ക്വാർട്ടർ പേജ് പരസ്യം പോലും ഇല്ല. നമുക്ക് സുഖമായിട്ട് പത്രം എടുത്ത് വായിക്കാം. അവരല്ലാതെ തന്നെ സ്വർണ്ണക്കടക്കാരൻ്റെയും അതുപോലെ തന്നെ ഈ നിത്യോപയോഗ സാധനങ്ങൾ, ടെലിവിഷനും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ വിൽക്കുന്ന കടകളുടെയും പരസ്യം അവരുടെ പത്രത്തിൻ്റെ പേരിനേക്കാൾ വലുതായിട്ട് 1-2 മുൻപേജിലെ പരസ്യം കഴിഞ്ഞ് നമുക്ക് വാർത്തയിലേക്ക് ചെല്ലാൻ കഴിയുള്ളൂ. അത് നമ്മുടെ പത്രങ്ങൾക്ക് പറ്റിയ ഒരു ഗതികേടിൻ്റെ ഭാഗമാണ്. അത് മറ്റൊരു ഭാഗത്ത്. എന്തായാലും ശരി, സതീശൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കുന്ന പരസ്യങ്ങളിൽ നിന്ന് വലിയൊരു പരിധി വരെ നമുക്ക് മോചനം കിട്ടിയിട്ടുണ്ട്. കാരണഭൂതത്തിൻ്റെ കാലഘട്ടത്തിൽ അതായിരുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇതിലെ ഒളിഞ്ഞിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ശത്രുവിൻ്റെ ശത്രു മിത്രമാണെന്ന് നമുക്കറിയാം. വി ഡി സതീശൻ വരുന്നതിന് മുമ്പ് വരെ പത്രക്കാരുടെ ശത്രു പിണറായി വിജയനായിരുന്നു. പിണറായി വിജയനോട് അവർക്ക് മിത്രതയും ശത്രുതയും ഉണ്ടായിരുന്നു. കാരണം പിണറായി വിജയൻ 100-200 കോടി രൂപയാണ് ഒരു വർഷം പരസ്യത്തിനായിട്ട് ചെലവഴിക്കുന്നത്. അതൊക്കെ കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾക്കാണ് ലഭിക്കുന്നത്, ചിലതൊക്കെ ദൃശ്യമാധ്യമങ്ങൾക്കും ലഭിക്കും. പക്ഷേ ഇപ്പോൾ പരസ്യമില്ലാതെ വന്നപ്പോൾ നമ്മുടെ പത്ര ഉടമകൾ വളരെയധികം അസ്വസ്ഥരാണ്. അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ വലിയൊരു വരുമാന സ്രോതസ് വി ഡി സതീശൻ്റെ ഈ നിലപാട് കൊണ്ട് ഇല്ലാതായപ്പോൾ കേരളത്തിലെ പ്രമുഖ പത്രമാധ്യമങ്ങൾ വി ഡി സതീശൻ്റെ എതിരായി മാറിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം സർക്കാർ ഖജനാവിലെ പണമെടുത്ത് ഇവർക്ക് പരസ്യത്തിനായി കൊടുക്കാൻ ഗവൺമെൻറ് കാണിക്കുന്ന വൈമുഖ്യമാണ്. ഫിനാൻസ് മന്ത്രിയാണ് ഇത് തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രമുഖരായ പത്ര ഉടമകൾ വി ഡി സതീശനെതിരാണ്. കാരണം സതീശൻ സർക്കാർ നമ്മുടെ പണമെടുത്ത് പരസ്യം കൊടുക്കാനായി പത്ര ഉടമകൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ഓർത്തിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ വന്ന വാർത്തകൾ നിങ്ങൾ വിശകലനം ചെയ്യണം, നിരീക്ഷിക്കണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊന്ന് ദൃശ്യമാധ്യമങ്ങളിലേക്ക് പോകാം. ദൃശ്യമാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ ദൃശ്യമാധ്യമങ്ങളിൽ ഏഷ്യാനെറ്റിന് ഒരു ഹുങ്കുണ്ടായിരുന്നു. അതായത് സതീശനെ അധികാരത്തിലേറ്റിയത്, സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് തങ്ങളാണ് എന്നുള്ളൊരു ധാരണ ഏഷ്യാനെറ്റിനെ പിടികൂടിയിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ബിനു വി ജോണിനെ. ബിനു വി ജോണ് ഒരിക്കൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സതീശൻ അദ്ദേഹം ഒരു മുന്നറിയിപ്പാണ് കൊടുത്തത്. ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, പക്ഷേ ഒപ്പം ഭരണത്തിൽ നിങ്ങളെ പിന്തുടർന്ന് ഞങ്ങളുണ്ട്. ഞങ്ങളുടെ കൃത്യമായ നിരീക്ഷണം നിങ്ങളുടെ മുകളിലുണ്ട്. തീർച്ചയായിട്ടും നിരീക്ഷണം ഉണ്ടാകണം. നിരീക്ഷണം സതീശന് മുകളിൽ മാത്രമല്ല, പ്രതിപക്ഷ നേതാവിൻ്റെയും മറ്റ് മന്ത്രിമാരുടെയും പൊതുപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ മുകളിൽ നിങ്ങളുടെ നിരീക്ഷണം ഉണ്ടാകണം. പക്ഷേ അതൊരു ഭീഷണ സ്വരത്തിൽ പറഞ്ഞ് ഭയപ്പെടുത്തേണ്ട ഒന്നല്ല. എന്ന് പറഞ്ഞാൽ ബിനു വി ജോണിൻ്റെ ആ ടോണാലിറ്റിയിലെ അർത്ഥം ഞങ്ങളുടെ സൗമനസ്യമാണ് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയത് എന്നൊരു തോന്നലായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇതേ ബിനു വി ജോണിൻ്റെ ഒരു ചാനൽ ചർച്ച ഞാൻ കാണുകയുണ്ടായി. ആ ചാനൽ ചർച്ചയിൽ സതീശൻ സർക്കാരിനെ വിലയിരുത്തിയത് മേനോൻ സർക്കാർ എന്നാണ്. ശ്രീ ബിനു വി ജോൺ, താങ്കൾ കൊടുമണ്ണുകാരനാണ്, ഞാൻ കോന്നിക്കാരനുമാണ്. എനിക്ക് താങ്കളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ബിനു വി ജോൺ മുഖ്യമന്ത്രിയായാൽ ആ ഗവൺമെൻറ് അറിയപ്പെടുന്നത് ജോൺ സർക്കാർ എന്നാണോ, അതോ ബിനു വി ജോൺ സർക്കാർ എന്നാണോ? മേനോൻ സർക്കാർ എന്ന് പറയാം, അച്യുതമേനോൻ്റെ സർക്കാരിനെ മേനോൻ സർക്കാർ എന്ന് പറയാം. വി ഡി സതീശൻ്റെ സർക്കാരിനെ വി ഡി സതീശൻ ഗവൺമെൻറ്റിനെ പറയാൻ പറ്റുള്ളൂ, മേനോൻ സർക്കാർ എന്ന് പറയാൻ പറ്റില്ല. ഈ മതേതര മലയാളിയുടെ മനസ്സിൽ വളരെ സമർത്ഥമായി അവർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വർഗീയ വിഷം ചില സന്ദർഭങ്ങളിലെങ്കിലും അവർ പോലും അറിയാതെ ആകസ്മികമായി പുറത്തു ചാടാറുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിലാണ് ബിനു വി ജോണിൻ്റെ മനസ്സിൽ നിന്നും ഇത്തരം ഒരു പരാമർശം ഉണ്ടായത് എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ബിനു വി ജോണിനോട് ഒരു കാര്യം പറയാനുണ്ട്. താങ്കൾക്ക് കുറച്ചുകൂടി മാന്യതയാകണം. താങ്കളെ കോൺഗ്രസ് നേതാവ് ജിൻഡോയുടെ നിലവാരത്തിലേക്ക് തരം താഴരുത്. താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്.
ഏറ്റവും അധികം ആളുകൾ കാണുന്ന പ്രേക്ഷകരുള്ള ഒരു ചാനലിലെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനുമാണത്. അപ്പോൾ കുറച്ചുകൂടെ മാന്യതയാകുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ശരി, ഇനി മറ്റ് ദൃശ്യമാധ്യമങ്ങളുടെ നിലപാടുകളിലേക്ക് പോകാം. മറ്റൊന്ന് മലയാള മനോരമയാണ്. മലയാള മനോരമയ്ക്കെന്നും ഏറ്റവും ഉയർന്ന റേറ്റിംഗിൽ നിൽക്കേണ്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരിക്കണം എന്നവർക്ക് നിർബന്ധമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ജനസമ്മതിയെ മറികടന്ന് ഒരു ജനസമ്മതിയും ഭരണ നൈപുണ്യവും കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് മലയാള മനോരമയ്ക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായ ഒരു യാഡ് സ്റ്റിക്ക് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് സതീശൻ്റെ ജനപ്രീതി ആ പരിധിക്കപ്പുറം ഉമ്മൻചാണ്ടിയുടെ ജനപ്രീതിയെ മറികടന്ന് പോകരുത് എന്ന് തീർച്ചയായിട്ടും അവർക്ക് നിർബന്ധമുണ്ട്. അതനുസരിച്ച് തന്നെയായിരിക്കും അവർ നേരെ ചൊവ്വയെ നടത്തിയാലും ശരി, വാർത്തകൾ നടത്തിയാലും ശരി, എന്തായാലും ശരി, അവരുടെ എല്ലാ വാർത്തകൾക്ക് പിന്നിലും ഇത്തരം ഒരു ലക്ഷ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് മലയാള മനോരമയുടെ നിലപാട്. ഇനി നമുക്ക് തടിക്കള്ളന്മാർക്കൊരു ചാനലുണ്ടല്ലോ. തടിക്കള്ളന്മാർക്കൊരു ചാനലുണ്ട്, അവർക്കൊരു മൊട്ടത്തലേനെയും കിട്ടിയിട്ടുണ്ട്. പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ മാധ്യമ പ്രവർത്തന രംഗത്തെ ഇത്രമാത്രം അധപ്പതിപ്പിച്ച മറ്റൊരു മാധ്യമ പ്രവർത്തകൻ്റെ പേര് എൻ്റെ ഓർമ്മയിലില്ല. മാധ്യമപ്രവർത്തനം വളരെ അപഹാസ്യമാക്കി മാറ്റിയ ഒരുത്തനാണ് ഈ മൊട്ടത്തലേൻ. അതുകൊണ്ട് ഈ മൊട്ടത്തലേനെന്ന് ഞാൻ വിളിക്കുന്നത്, അല്ലാതെ എനിക്ക് അയാളോടുള്ള വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടൊന്നുമല്ല. ആ മനുഷ്യൻ്റെ ഓരോ ചാനലത്തിലും ഓരോ വർത്തമാനത്തിലും അതിലൊളിഞ്ഞിരിക്കുന്ന വിഷത്തിലുമൊക്കെ കൃത്യമായി ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യ അജണ്ടകളുണ്ട്. ഒരു കാലത്ത് അദ്ദേഹം പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരനായിരുന്നു. കുറച്ചു കാലം ഇടതുപക്ഷത്തിൻ്റെ വക്താവായിട്ട് വന്നു. എന്തായാലും ഇടതുപക്ഷം പോലും അംഗീകരിക്കാതെ വന്ന പോലെ ഇപ്പോൾ ഒരു അനാഥപ്രേതം പോലെ ഈ രംഗത്തുണ്ട്. എവിടെയാണെന്ന് എനിക്കറിയില്ലെങ്കിലും ഈ മൊട്ടതലയൻ ഇപ്പോൾ നിൽക്കുന്നത് തടിക്കള്ളന്മാരുടെ ചാനലിലാണ്. ആ ചാനലും എന്തായാലും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ സതീശൻ്റെ സർക്കാരിന് അവരെതിരാണ്. പിന്നീട് വന്ന ദൃശ്യമാധ്യമങ്ങളൊക്കെ വളരെ ചുരുക്കമാണ്. ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചാനലാണ്. മറ്റ് ചാനലുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി സതീശൻ നടന്ന പത്രസമ്മേളനം, മുഖ്യമന്ത്രിയുടെ നിലപാട്, ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നത് മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനങ്ങളിലൂടെയാണ്. അത് ഒരു കാലത്ത് ഇ.കെ. നയനാർ നടത്തിയിരുന്ന പത്രസമ്മേളനം വളരെ കൗതുകത്തോടെ ആളുകളൊക്കെ കാണുമായിരുന്നു. ഇ.കെ. നയനാരുടെ സഹജമായ ഹാസ്യവും അദ്ദേഹത്തിൻ്റെ നൈർമല്യവും അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയൊക്കെ കാണാൻ ജനങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് അത് കാണുമായിരുന്നു. ഉമ്മൻചാണ്ടി വളരെ തന്ത്രപൂർവ്വമാണ് പത്രക്കാരെ കൈകാര്യം ചെയ്തിരുന്നത്. ഒട്ടും അസഹിഷ്ണുതയില്ലാതെ തന്നെ അദ്ദേഹം ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുകയും ചെയ്യുമായിരുന്നു. പിണറായി വിജയനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദേശാഭിമാനിയെയും അതുപോലെ തന്നെ കൈരളി ചാനലുകളിലെയും ട്രെയിൻഡ് ആയിട്ടുള്ള പത്രക്കാരെ ഇരുത്തും. അവരുടെ 4 ചോദ്യങ്ങൾക്ക് മറുപടി പറയും, അത് എണീറ്റ് പോവുകയും ചെയ്യും. ഇതായിരുന്നു പിണറായി വിജയൻ്റെ പത്രസമ്മേളനം. എന്നാൽ വി ഡി സതീശൻ വന്നപ്പോൾ വി ഡി സതീശനെ ഒന്നും സംസാരിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ നിന്ന് വരുന്ന പത്രപ്രവർത്തകർ ചോദ്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പൊതിയുമായിരുന്നു. ഒരു ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെയൊക്കെ സമർത്ഥമായി സതീശൻ നേരിടുന്നത് കണ്ടിട്ടുണ്ട്. ഒപ്പം സതീശൻ ജനങ്ങളുടെ പിന്തുണയിലാണ് അധികാരത്തിലെത്തിയതെന്നും ജനങ്ങളാണ് തൻ്റെ യജമാനെന്നും കൃത്യമായി ധരിച്ചു വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അല്ലാതെ അദ്ദേഹം സ്വയം മാധ്യമങ്ങളുടെ അടിമകളാകാനും മാധ്യമപ്രവർത്തകരുടെ ദയാദാക്ഷിണ്യത്തിൽ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാനും ആഗ്രഹിക്കാത്ത ഒരു നേതാവാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. മറ്റു പല നേതാക്കന്മാരും അങ്ങനെയല്ല. അവർക്ക് മാധ്യമപ്രവർത്തകരുടെ ദയാദാക്ഷിണ്യങ്ങൾ അനിവാര്യമാണ്, അല്ലെങ്കിൽ വിമർശനങ്ങളെ അവർ ഭയക്കുന്നു. അവർക്കെപ്പോഴും വേണ്ടത് സ്തുതിഗീതങ്ങളാണ്. സതീശനെ സംബന്ധിച്ചിടത്തോളം തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ നേരിടാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട്. പത്രസമ്മേളനങ്ങളിൽ പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ, സുതാര്യമായ, കൃത്യമായ മറുപടി കൊടുക്കാറുണ്ട്. ചോദ്യങ്ങൾ നിലവാരം കുറഞ്ഞു പോയാൽ അതിനനുസരിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം മടിക്കാറില്ല. എന്തായാലും മാധ്യമങ്ങളുടെ ദയാദാക്ഷിണ്യത്തിൽ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയായി സതീശൻ തുടരട്ടെ എന്നാണ് പത്രസമ്മേളനം അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, വി ഡി സതീശൻ്റെ 100 ദിവസത്തെ ഭരണം നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ 2025 ഓണക്കാലം നമുക്ക് മറക്കാൻ കഴിയുമോ? സപ്ലൈകോയിലെയും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിലെയും ഔട്ട്ലെറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. വെളിയിലെ വില നിലവാരം പ്രദർശിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ വില നിലവാരം പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു വസ്തുക്കളും ഈ ഔട്ട്ലെറ്റിൽ കിട്ടുമായിരുന്നില്ല. ഒരിക്കൽ ഔട്ട്ലെറ്റിൽ വന്ന ഒരുത്തനോട് അദ്ദേഹം മീഡിയ പ്രവർത്തകരോട് പറഞ്ഞു, വില നിലവാരം അവിടെ പ്രദർശിപ്പിച്ചിട്ടേ ഉള്ളൂ, സാധനങ്ങൾ ഔട്ട്ലെറ്റിൽ ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത മഹാനായ ഒരു പൊതുവിതരണ വകുപ്പ് മന്ത്രി, ഒരു വിപ്ലവകാരി കേരളം ഭരിച്ചിരുന്നു 2025. ചരിത്രാതീത കാലത്തല്ല. കുട്ടനാട്ടിലെ നെൽകൃഷിക്കാരെ വല്ലാതെ വലച്ചൊരു കൃഷിമന്ത്രി നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. അതും വിപ്ലവകാരിയായിരുന്നു, 2025. പക്ഷേ ഇന്നത് മാറി. സപ്ലൈകോയിലെയും കൺസ്യൂമർ ഫെഡിലെയും ഔട്ട്ലെറ്റുകൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. അതുപോലെ തന്നെ
കഴിഞ്ഞ ദിവസം തന്നെ കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ, ഓണത്തിന് കൊടുക്കേണ്ട അലവൻസുകൾ, ഓണത്തിൻ്റെ ബോണസുകൾ, ഇതെല്ലാം കൃത്യമായി കൊടുത്തു തീർക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. ഈ ഓണത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരന് വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഓണം ആഘോഷിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വി ഡി സതീശൻ്റെ സർക്കാർ ചെയ്തു എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് റോഡിലിറങ്ങാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് കാരണഭൂതവും 40 വാഹനങ്ങളിൽ അകമ്പടിയായി ഒട്ടേറെ രാക്ഷസന്മാരും വരുന്നത് നമുക്ക് ഒരു പിടിയും കിട്ടില്ലായിരുന്നു. പുണ്യപുരാണ സിനിമകളിൽ യാഗം മുടക്കാൻ രാക്ഷസന്മാർ വരുന്ന പോലെയാണ് അപ്രതീക്ഷിതമായി കാരണഭൂതവും രാക്ഷസന്മാരുടെ റോഡിലൂടെ വരുന്നത്. പൊരി വെയിലത്ത് മണിക്കൂറുകൾ ഈ കാരണഭൂതം കടന്നു പോകുന്നത് കാത്തിരിക്കേണ്ട ഗതികേട് വന്നിട്ടുള്ള ഒരു പൗരനാണ് ഞാൻ. എന്തായാലും കാരണഭൂതത്തിൻ്റെ ശല്യം ഒഴിഞ്ഞു, അകമ്പടി രാക്ഷസന്മാരുടെ ശല്യം ഒഴിഞ്ഞു. 2 ദിവസം മുമ്പ് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന കൊല്ലം പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മുഖ്യമന്ത്രി അവിടെ ഏതോ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നു. ആകെപ്പാടെ 5 മിനിറ്റ് പോലും താഴെ റോഡ് ബ്ലോക്ക് ചെയ്തുള്ളൂ. ഒരു പൈലറ്റ് വാഹനമുണ്ട്, മുഖ്യമന്ത്രിയുടെ വാഹനമുണ്ട്, അതിലൊരു അകമ്പടി വാഹനമുണ്ട്. അത് കടന്നു പോവുകയും ചെയ്തു. മാന്യമായി മനസമാധാനത്തോടെ റോഡിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് ഈ കാരണഭൂതം ഇവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് മാറിയതുകൊണ്ടാണ്. അത് വലിയൊരു ആശ്വാസമായിട്ടാണ് ഈ ഓണക്കാലത്ത് എനിക്ക് തോന്നിയത്. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വി ഡി സതീശൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, വി ഡി സതീശൻ്റെ എതിരാളികൾ അവർ സ്വയം നിർവീര്യരാകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. കോൺഗ്രസിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തനായ എതിരാളി കെ സി വേണുഗോപാലാണ്. ഹൈക്കമാൻഡിനെ കയ്യിലെടുത്ത് മുഖ്യമന്ത്രിയാകാൻ നടത്തിയ കെ സി വേണുഗോപാൽ നടത്തിയ ശ്രമം വളരെ സമർത്ഥമായ ഒരു നീക്കത്തിലൂടെയാണ് വി ഡി സതീശൻ ഇല്ലാതാക്കിയത്. അപ്പോൾ ആ വി ഡി സതീശനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പക ഇപ്പോഴും കെ സി വേണുഗോപാലിൻ്റെ മനസ്സിൽ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നിസ്സഹായനാണ്. അപ്പോൾ കെ സി വേണുഗോപാൽ ഏതാണ്ട് നിർവീര്യനായി കഴിഞ്ഞിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒരു സ്പേസുമില്ല. അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ നേരത്തെ തന്നെ സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ രാഹുലിൻ്റെ വെട്ടിയെടുപ്പുകാരൻ എന്നതിനപ്പുറം ഒരു റോൾ ഉണ്ടാക്കിയെടുക്കാനൊന്നും കെ സി വേണുഗോപാൽ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ദില്ലിയിലെ പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സ്വാധീനത്തിനപ്പുറം ഇന്ത്യയിലെ പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന ഒരു നേതാവായി വളരാൻ തീർച്ചയായിട്ടും കെ സി വേണുഗോപാലിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ നിരീക്ഷണം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാൽ എന്ന വി ഡി സതീശൻ്റെ പ്രതിയോഗി സ്വയം നിർവീര്യനായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹം നേരിടേണ്ടി വരുന്നത് നിയമസഭയ്ക്ക് പുറത്തും പിണറായി വിജയനെയാണ്. നിയമസഭയിൽ അദ്ദേഹം എണീറ്റ് നിൽക്കാൻ തന്നെ ഭയക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടിയെ ഓർത്ത് എണീറ്റ് നിൽക്കാൻ പ്രതിപക്ഷ നേതാവ് ഭയക്കുകയാണ്. ഉപനേതാവാക്കാൻ അദ്ദേഹം വെച്ചിരിക്കുന്നത് കെ എൻ ബാലഗോപാലാണ്. ബാലഗോപാൽ തന്നെ ഒരിക്കൽ പൊറുതിമുട്ടി ചോദിച്ചു, LOPക്ക് ഒന്ന് എണീറ്റ് നിന്ന് എന്തെങ്കിലും സംസാരിച്ചുകൂടെ, ഇതൊക്കെ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ബാലഗോപാലിനെ എത്തിച്ചു. നിയമസഭയ്ക്ക് അകത്ത് പോലെ തന്നെ പുറത്തും പിണറായി വിജയന് സംസാരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം സ്വന്തം പ്രസ്താവനകളുടെ സ്വയം അവകാശനാകുകയാണ്. ഈ ഓണം കണ്ണുനീരിൽ കുതിർന്നതാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വായിക്കുമ്പോൾ ഒരു വായനക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു പൗരൻ എന്ന നിലയിലും എനിക്ക് കടുത്ത പുച്ഛമാണ് തോന്നുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രസ്താവനകളുടെ. നിലവാരമില്ലാത്ത പ്രസ്താവന. അദ്ദേഹം 10 വർഷം ഭരിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന് പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന് എന്തൊക്കെയോ വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരാളായിട്ട് മാറിയതായിട്ട് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് കുറച്ചു കാലം മുമ്പ് പറഞ്ഞു. ഇതിനെ ആവർത്തിച്ച് കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞത് അച്യുതമേനോൻ പറഞ്ഞിട്ടുണ്ടോ കൈകൾ ശുദ്ധമാണെന്ന്? EMS പറഞ്ഞിട്ടുണ്ടോ കൈകൾ ശുദ്ധമാണെന്ന്? VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ടോ കൈകൾ ശുദ്ധമാണെന്ന്? EK നായനാർ പറഞ്ഞിട്ടുണ്ടോ കൈകൾ ശുദ്ധമാണെന്ന്? അപ്പോൾ കൈകൾ ശുദ്ധമാണെന്ന് ആവർത്തിച്ച് നമ്മളോട് പറയുന്നതിൻ്റെ കാര്യം എന്നെ കണ്ട കിണ്ണം കെട്ടാതാണോ തോന്നുമോ എന്നുള്ള ഒരു സംശയമാണ്. ഇതാണ് അദ്ദേഹത്തിനെ കൊണ്ട് അതിന് പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ശരി, പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ സ്വയം നിർവീര്യനായിരിക്കുകയാണ്. അതാണ് സതീശൻ്റെ 2 പ്രതിയോഗികളുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, ഈ 100 ദിവസത്തെ നിരീക്ഷണത്തിലാണ് ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളാരും പൊതുരംഗത്ത് സജീവമായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സഹധർമ്മിണിയുടെ വാനിറ്റി ബാഗ് വളരെ ഭക്താദരപൂർവ്വം ഏറ്റുവാങ്ങാൻ DGP ഇല്ല. ശബരിമലയിലെ പ്രസാദമോ അതല്ലെങ്കിൽ ഗുരുവായൂരെ പ്രസാദമോ മേൽശാന്തി തരുമ്പോൾ ഭക്താദരപൂർവ്വം വാങ്ങിക്കുന്നത് പോലെ വാനിറ്റി ബാഗ് ഏറ്റുവാങ്ങാൻ നിന്ന ഒരു DGPയുടെ ചിത്രം നമ്മൾ മറന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കസേരയിലിരിക്കുമ്പോൾ വാനരസേനയിലെ പ്രമാണിമാർ ചിലർ ശ്രീരാമചന്ദ്രന് മുന്നിൽ നിൽക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിയുടെ മുന്നിൽ നിൽക്കുന്ന യൂണിഫോമിൽ നിൽക്കുന്ന ചിത്രവും നമ്മൾ കണ്ടതാണ്. എന്തായാലും മഹാഭാഗ്യത്തിന് സതീശൻ്റെ കുടുംബാംഗങ്ങളാരും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഇതുവരെ 100 ദിവസമായി രംഗത്ത് കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ എവിടെയോ പഠിക്കുകയാണ്, ആ കുട്ടിയും ഈ രംഗത്തൊന്നും നന്നായിട്ട് കണ്ടിട്ടില്ല.
അപ്പോൾ കുടുംബാംഗങ്ങളുടെ ഇടപെടൽ ഈ 100 ദിവസത്തിനകം എന്തായാലും ശരി കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല. ഇനിയും വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞില്ല. 100 ദിവസത്തെ കാര്യമാണ് ഞാൻ വിലയിരുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിയോഗി സതീശനുള്ളത് ഈ 100 ദിവസത്തെ വിലയിരുത്തലിലാണ് ഞാൻ പറയുന്നത്. അത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യം ഈ വി ഡി സതീശൻ്റെ ഒരു ഉറച്ച ഹിന്ദു മതവിശ്വാസിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം അമൃതാനന്ദമയ്യെ കാണാൻ പോയത് കെ എം ഷാജിയെ വല്ലാതെ അസ്വസ്ഥനാക്കി. മതമാണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്ന കെ എം ഷാജിക്ക് തോന്നിയ അസ്വസ്ഥത സ്വാഭാവികമായ കാര്യമാണ്. അതിനുള്ള മറുപടിയും സോഷ്യൽ മീഡിയയിലൂടെ ഷാജിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ ഷാജിയുടെ ഈ പ്രസ്താവനയോട് വി ഡി സതീശൻ സ്വീകരിച്ച സമീപനം നമ്മൾ സിനിമയിൽ പറയുന്ന പോലെ പോ മോനെ ദിനേശ എന്ന് പറയുന്ന പോലെ പോ മോനെ ഷാജി, നീ നിൻ്റെ ജോലി നോക്കിപ്പോകുക, നിനക്ക് മറുപടി പോലും അർഹിക്കുന്നില്ല എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പിന്നീട് അസ്വസ്ഥനായിരിക്കുന്ന ഒരാൾ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. എന്താണ് ലീഗിന് സംഭവിച്ചത്? തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ലീഗിന് ആവശ്യം. അവർ കരുണാകരനെ നിയന്ത്രിച്ചു, ഉമ്മൻചാണ്ടിയെ നിയന്ത്രിച്ചു. കാരണം അന്നത്തെ നിയമസഭയിലെ കക്ഷിനില അത്തരത്തിലായിരുന്നു. എന്നാൽ ഇന്നത് മാറി. ലീഗ് ഇല്ലെങ്കിലും ഭരിക്കത്തക്ക വിധത്തിൽ കക്ഷിനില സുരക്ഷിതമാണ്. അതുപയോഗിച്ച് ഭരിക്കാനുള്ള തൻ്റെ ഇടം വി ഡി സതീശനുണ്ട്. അപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് ലീഗിനെ വളരെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അമൃതാനന്ദമയ്യമ്മയെ കാണാൻ പോകുന്ന മുഖ്യമന്ത്രി, വാവിന് ബലിയിടാൻ പോകുന്ന കർക്കിടക വാവിന് ബലിയിടാൻ പോകുന്ന മുഖ്യമന്ത്രി, ക്ഷേത്ര ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി, ഗുരുവായൂരെ ആളുകൾക്ക് ഒരു തടസ്സവും ഉണ്ടാകാതെ കൂട്ടത്തിൽ പോയി ഗുരുവായൂർ ദർശനം നടത്തിയൊരു മുഖ്യമന്ത്രി, ഇതൊക്കെ വല്ലാതെ ലീഗിനെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം പരന്ന വായനയുള്ള നല്ല അറിവുള്ള ഒരു ഹിന്ദു കേരളത്തിലെ മുഖ്യമന്ത്രിയായി വന്നതിൽ ക്രൈസ്തവർ സന്തുഷ്ടരായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. ക്ലിമീസ് തിരുമേനിയുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ വി ഡി സതീശൻ വളരെ മനോഹരമായൊരു പ്രസംഗമാണ് ബൈബിളിനെ അധികരിച്ച് അന്ന് അവിടെ നടത്തിയത്. ബൈബിളിനെക്കുറിച്ച് പരന്ന വായനയുള്ള ഒരാളാണ്, ക്രിസ്തുമതത്തിൻ്റെ തത്വങ്ങളെ അംഗീകരിക്കുന്ന ഒരാളാണ്, യേശുദേവനോട് ബഹുമാനമുള്ള ഒരാളാണ്. അതേസമയം ഉറച്ച ഹൈന്ദവ വിശ്വാസിയുമായ വി ഡി സതീശനെ അംഗീകരിക്കാൻ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ബുദ്ധിമുട്ടില്ല. ഒരുപക്ഷെ കെ എം ഷാജിയെപ്പോലുള്ള ലീഗ് നേതാക്കന്മാർക്ക് ഇനി അല്പം ബുദ്ധിമുട്ടുണ്ടായാൽ പോലും. പിന്നെ മറ്റൊരു കാര്യം, സതീശൻ്റെ ഈ 100 ദിവസത്തെ ഭരണം നമ്മൾ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജനസമ്മതിയെ നോക്കണമെങ്കിൽ സ്ത്രീകൾ അദ്ദേഹത്തെ എങ്ങനെ അംഗീകരിക്കുന്നു എന്നാലോചിക്കണം. സ്ത്രീകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ജനസമ്മതിയുടെ തോത് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ വെറുക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കാൻ പറ്റില്ല. പിണറായി വിജയന് പറ്റിയതും അതൊക്കെ തന്നെയാണ്. സ്ത്രീകൾക്ക് വെറുപ്പായിരുന്നു പിണറായി വിജയനോട്. പ്രത്യേകിച്ച് ശബരിമലയിലെ വനിതാ പ്രവേശനത്തോടുകൂടി പിണറായി വിജയനെ കേരളത്തിലെ സ്ത്രീകൾ വല്ലാതെ വെറുത്തിരുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. വി ഡി സതീശൻ എവിടെ എത്തിയാലും സ്ത്രീകൾ സെൽഫി എടുക്കാൻ കൂടുന്നത്, കൊച്ചു യുവാക്കൾ ഇവരൊക്കെ സെൽഫി എടുക്കാൻ കൂടുന്നതും, തന്നോടൊപ്പം സെൽഫി എടുക്കാൻ വരുന്ന ആളുകളോടെ സൗമനസ്യത്തോടെ പെരുമാറുന്ന സതീശനെ കാണുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സെൽഫി എടുക്കാൻ വരുമ്പോൾ ദുർമുഖത്തോടെ ധാർഷ്ട്യത്തോടെ ആട്ടി ഓടിക്കുന്ന കാരണഭൂതത്തിനെയാണ്. എന്തായാലും ശരി, സതീശനെ സംബന്ധിച്ചിടത്തോളം 100 ദിവസത്തെ ഭരണം നമ്മൾ വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ ഞാൻ 100-ൽ ഒരു 70 മാർക്ക് തീർച്ചയായിട്ടും വി ഡി സതീശന് കൊടുക്കും. ഒപ്പം ചില വിമർശനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ടാറ്റ 10 ലക്ഷം കോടിയുടെ നിക്ഷേപം കേരളത്തിൽ നടത്തുന്നു എന്ന് കൃത്യമായി ഹോംവർക്ക് ചെയ്യാതെ സതീശനെ പോലെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞത് തികച്ചും നിർഭാഗ്യകരമായിപ്പോയി. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ടുള്ള ധാരണകൾക്ക് ഒട്ടേറെ ഇടിവ് സംഭവിക്കാൻ കാരണമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ഞാൻ യോജിക്കുന്നു. സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ ഇതുവരെ അദ്ദേഹം പോയില്ല. പക്ഷേ അപ്പോൾ ഒരു കാര്യം കൂടി സതീശനെ എനിക്ക് ഓർമ്മിക്കാനുണ്ട്, അരമനകളുടെ തിണ്ണയും താങ്കൾ നിരങ്ങരുത്. താങ്കളൊരു മതേതരവാദിയായി, ഒരു മതേതര സർക്കാരിൻ്റെ തലവനായി ഇരിക്കണമെങ്കിൽ സമുദായ നേതാക്കന്മാരോട്, സമുദായ പ്രമാണിമാരോട് കാണിക്കുന്ന അതേ അകലം തീർച്ചയായിട്ടും മതമേലധ്യക്ഷന്മാരുടെ കാര്യത്തിലും ഉണ്ടാകണം. അതില്ലെങ്കിൽ താങ്കളുടെ ജനസമ്മതി ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് കരുതരുത്. തീർച്ചയായിട്ടും സതീശൻ്റെ 100 ദിവസത്തെ പ്രവർത്തനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. സതീശൻ്റെ മുന്നോട്ടുള്ള പാത വളരെ സുഗമമാണ്. കാരണമായി പ്രത്യേകിച്ച് വലിയ എതിരാളികളൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളിൽ വന്ന് നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന മുൻ മുഖ്യമന്ത്രിയെ പോലെ തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തുന്നില്ല. തനിക്ക് കിട്ടിയ അധികാരം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, തൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഭരിക്കാൻ, തൻ്റെ ആത്മാഭിമാനം പണയപ്പെടുത്താതെ ഭരിക്കാൻ സതീശൻ ശ്രമിക്കുന്നതായിട്ടാണ് കഴിഞ്ഞ 100 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് ഞാൻ സതീശനെ വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ
ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.